നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ചില നിസ്വാർത്ഥമായ സേവനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അതിനെക്കുറിച്ചാണ് ഇന്ന് ശുഭദിനം സംസാരിക്കുന്നത്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അവൻ 50 രൂപയും കയ്യിൽ പിടിച്ച് ഓരോ കടയും കയറിയിറങ്ങുകയാണ്. ഓരോ കടക്കാരനും അവനെ ആട്ടി ഓടിക്കുന്നുണ്ട്. നിനക്കെന്താ വട്ടാണോ, നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്നെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷെ അവൻ അതൊന്നും സാരമാക്കുന്നതേയില്ല. ഓരോ കടയിൽ നിന്നും ഇറക്കി വിടുമ്പോഴും ആ 50 രൂപയുമായി അവൻ അടുത്ത കട ലക്ഷ്യമാക്കി നീങ്ങും. വൈകുന്നേരമായി. അവൻ കയറുന്ന 73ാമത്തെ കടയാണിത്. അവിടെ ചെന്ന് അവൻ ചോദ്യം ആവർത്തിച്ചു, ദൈവത്തെ കിട്ടാനുണ്ടോ? ആ കടയുടമ ആ പയ്യനെ അരികിൽ വിളിച്ചിരുത്തി കാര്യം അന്വേഷിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മരിച്ചുപോയി. എൻ്റെ അമ്മാവൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ. അമ്മാവന് സുഖമില്ല, ഇപ്പോൾ ആശുപത്രിയിലാണ്. അവിടുത്തെ ഡോക്ടർ ഇന്ന് എന്നോട് പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ അമ്മാവനെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാങ്ങുവാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞ് ആ കുട്ടി തൻ്റെ കയ്യിലിരുന്ന മുഷിഞ്ഞ 50 രൂപ അയാൾക്ക് നേരെ നീട്ടി. അയാൾ ആ രൂപ വാങ്ങിയിട്ട് പറഞ്ഞു, ശരിയാണ്, 50 രൂപയാണ് ദൈവത്തിന്. എന്നിട്ട് ഒരു ചെറിയ കുപ്പിയിൽ തേൻ നിറച്ച് അവന് കൊടുത്തു. അവന് സന്തോഷമായി. അവൻ സന്തോഷത്തോടെ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദൈവത്തെ കിട്ടിയിരിക്കുന്നു. ഇനി എൻ്റെ അമ്മാവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പിറ്റേ ദിവസം ആ ഹോസ്പിറ്റലിൽ പ്രത്യേക മെഡിക്കൽ ടീം എത്തി. അവർ ആ കുട്ടിയുടെ അമ്മാവൻ്റെ ചികിത്സ ഏറ്റെടുത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാൾ സുഖപ്പെടുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന നേരത്ത് ബില്ല് അധികൃതർ അയാൾക്ക് നൽകി. ആ തുക കണ്ട് അയാൾ ഞെട്ടി. ബില്ലടയ്ക്കാനുള്ള തുക കയ്യിലില്ലെന്ന് പറയാൻ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവിടെയുള്ള ജീവനക്കാർ ആ ബില്ല് മുഴുവൻ അടച്ചതായി അറിയിച്ചു. ആകെ അത്ഭുതപ്പെട്ടു നിന്ന അയാളോട് ആ കുഞ്ഞ് ദൈവത്തെ വാങ്ങിയ കഥ പറഞ്ഞു. അവർ ആ കടക്കാരനെ തേടി ചെന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ആ കടക്കാരൻ. അയാൾ കടക്കാരനോട് നന്ദി അറിയിച്ചു. കടയുടമ പറഞ്ഞു, നിങ്ങളെ രക്ഷിച്ചത് ഞാനല്ല. ഒരു ദിവസം മുഴുവൻ കടകൾ കയറിയിറങ്ങി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വാങ്ങാൻ നടന്ന ഈ കുഞ്ഞാണ്. അവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവുമാണ് നിങ്ങളെ രക്ഷിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഇത്തരം ചെറിയ ചെറിയ യാത്രകൾക്കിടയിലാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ സ്വന്തമാക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥമായ യാത്രകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ശുഭദിനം.